US ഡോളർ ഒന്നിന് ഇന്ത്യൻ രൂപയുടെ മൂല്യം സെഞ്ചുറിയോട് അടുക്കാറായി. ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം 91 രൂപയാണ്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇത് 95 രൂപ വരെയായി കുറയുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇത്രമാത്രം കുറയാൻ കാരണം? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്, പണവിനിമയ നിരക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. സാധാരണ രാജ്യങ്ങൾ ഇതിനായിട്ട് 3 മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഒരു രാജ്യത്തിന്റെ കറൻസി നേരെ അമേരിക്കൻ ഡോളറുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ രാജ്യത്തിന്റെ മൂല്യം കൂടുന്നു, ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം കുറയുന്നു. ഉദാഹരണത്തിന് UAE ദിർഹം. രണ്ടാമത്തേത് ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ മൂല്യം കൂടും, കമ്പാരിറ്റീവ്ലി മറ്റേ രാജ്യത്തിന്റെ കറൻസിയുടെ ഡിമാൻഡ് കുറയുന്നു, മൂല്യം കുറയുന്നു. ഇവിടെ ഡിമാൻഡ് കൂടി മൂല്യം കൂടുമ്പോൾ ഇവിടെ ഡിമാൻഡ് കുറഞ്ഞ് മൂല്യം കുറയുന്നു. സാധാരണ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മൂന്നാമത്തെ മെത്തേഡാണ്. ഇവിടെ ഡിമാൻഡിനനുസരിച്ച് മൂല്യം കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ മൂല്യം വല്ലാതെ കുറയുമ്പോൾ RBI ഇടപെട്ട് RBIയുടെ കയ്യിലുള്ള ഡോളർ മാർക്കറ്റിൽ വിറ്റിട്ട് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ശ്രമിക്കും. എന്നാൽ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കാരണം ഇത്തരത്തിൽ ഇടപെടാൻ RBIക്ക് സാധിക്കുന്നില്ല. ഒന്നാമത്തത്, അമേരിക്കയിലൊക്കെ AI ബൂം കാരണം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് പണം എടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഡോളർ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തത്, ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യക്കെതിരെ വല്ലാതെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. ഇത് കാരണം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അപ്പൊ അതും ഇന്ത്യയിലേക്കുള്ള ഡോളറിന്റെ വരവിനെ കുറച്ചു. മൂന്നാമത്തത്, ഓയിലും ഗോൾഡൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഡോളർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഡോളർ പുറത്തേക്ക് പോകുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ RBIക്ക് ഡോളർ വിറ്റിട്ടുള്ള ഇടപെടലുകൾ നടത്താനും സാധിക്കുന്നില്ല. ഇപ്പൊ എക്സ്പേർട്ടുകൾ പറയുന്നത് ഒന്നിരിക്കെ ട്രംപ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു എക്കണോമിക് ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ട് അമേരിക്കൻ എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് പിന്തിരിയണം. എന്തായാലും ഗവൺമെന്റിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ അത്യാവശ്യമാണ് എന്ന് ചുരുക്കം. താങ്ക്